ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മളിന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് ലുബ്ബർ പന്ത് എന്ന് പറയുന്ന തമിഴ് സിനിമയെ കുറിച്ചിട്ടാണ്. ഞാൻ അൺഎക്സ്പെക്ടഡ് ആയിട്ട് പോയി കണ്ടൊരു സിനിമയാണ്. ഒരു പണിയില്ലാതെ ഇരിക്കുന്ന സമയത്ത് ഒരു പടം കാണാൻ വേണ്ടി പറഞ്ഞിട്ട് തൃശ്ശൂർ വരെ പോയി കണ്ടൊരു സിനിമയാണ്. അൺഎക്സ്പെക്ടഡ് ആയിട്ട് കണ്ടതുകൊണ്ട് തന്നെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഞാൻ ഞെട്ടിപ്പോയൊരു സിനിമ. കാരണം സൂപ്പർ ആയിട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു സിനിമ. ഇപ്പൊ സ്റ്റോറി ലൈൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള സ്പോർട്സ് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ തന്നെ. പക്ഷേ ഉണ്ടല്ലോ, നമ്മള് തമിഴ് സിനിമയ്ക്കകത്ത് വളരെ റോ ആയിട്ട് കാണിക്കാവുന്ന, അല്ലെങ്കിൽ തമിഴ് സിനിമയ്ക്കകത്ത് പണ്ട് കാലത്തൊക്കെ കണ്ടിട്ട് വന്നിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഈ ഒരു പടത്തിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു എസ്പെഷ്യലി 90s കിഡ്സ് എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ നമ്മൾക്കൊക്കെ ഭയങ്കര രീതിയിൽ കണക്ട് ആവുന്ന ഒരു സിനിമ. അതായത് രണ്ട് കളിക്കാർ, അതായത് ഒരു ബോളറും ഒരു ബാറ്ററും തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷ് ആണ് സിനിമ കോമൺ ആയിട്ട് പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. ആ ഒരു സംഭവത്തിൽ മിക്സ് ചെയ്തിട്ടുള്ള ഇമോഷൻസ് ആയാലും അതുപോലെ തന്നെ കോമഡി ആയാലും മാസ് സംഭവങ്ങളൊക്കെ എലിവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന സംഭവങ്ങളൊക്കെ ആയി കഴിഞ്ഞാലും ഭയങ്കര രസമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമായി. എസ്പെഷ്യലി ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളാണെങ്കിലും പാട്ടുകളൊക്കെ ആണെങ്കിലും പെർഫോമൻസ് വൈസ് ആണെന്നുണ്ടെങ്കിലും പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഹരീഷ് കല്യാണും അതുപോലെ തന്നെ അട്ടകത്തി ദിനേശ്, അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ദിനേശ് എന്ന് പറയാം നമുക്ക്. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്, എന്താ പറയാ. അതുപോലെ തന്നെ സ്വാസിക ഉണ്ട് മലയാളത്തിൽ നിന്ന്, പിന്നെ സഞ്ജന എന്ന് പറയുന്ന ആക്ട്രസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഈ ദിനേശിന്റെയും കല്യാണിന്റെയും കൂട്ടുകാരായിട്ട് വന്നിട്ടുള്ള പരിപാടികൾ, കൗണ്ടറുകൾ അടിക്കുന്ന ടീമുകളായാലും അവരൊന്നും എനിക്ക് അങ്ങനെ അധികം കണ്ടുപരിചയമൊന്നുമില്ല, എന്നാലും പൊളിച്ചടുക്കിയിട്ടുണ്ട്. എന്താ പറയുക, ഇപ്പോൾ ഓരോ സീൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് അതിനകത്തൊരു ബോറടിപ്പിക്കാത്ത രീതിയിലുള്ള, ഇപ്പോൾ മാസിന് മാസാണെന്നുണ്ടെങ്കിലും എന്താ പറയുക, ഇമോഷൻ സൈഡിനാണെങ്കിലും കോമഡി സംഭവങ്ങൾക്കാണെങ്കിലും നമുക്ക് എവിടെയും ഒരു ക്രിഞ്ച് ഫീലൊന്നും അടിക്കാതെയാണ് അവർ കൊണ്ടുവരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എവിടെയും ഒരു തരത്തിലും ലാഗ് അടിക്കുന്നില്ല. ഞാൻ ഒരു തരത്തിലും എക്സ്പെക്ട് ചെയ്യാത്തത് കൊണ്ടും കൂടിയായിരിക്കും ഈ ഒരു സിനിമ ഇത്രയധികം എനിക്ക് പേഴ്സണൽ ഫേവറേറ്റുകളിലൊന്നും ആക്കിയെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അത്രയധികം ഒരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഈ ഒരു ലുബ്ബർ പന്ത് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സിനിമ എങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് കുട്ടിക്കാലം കാണിക്കുമ്പോഴായാലും അത് കഴിഞ്ഞ് വളർന്നു വന്നിട്ട് ഇവരുടെ ആ ഒരു ലെവലിലേക്ക് എത്തുന്ന സമയത്തൊക്കെ ആ ഒരു സീൻ എലിവേറ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിപ്പോ ഞാൻ എങ്ങനെ പറഞ്ഞു തരിക. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമതൊരു സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് പുതുമയൊന്നും ഇല്ലാത്ത സാധനം. അത് ഞാൻ എവിടെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതൊരു സ്പോയിലായി പോകും, കാണുമ്പോൾ വലിയൊരു സംഭവമായിട്ടൊന്നും തോന്നില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ പാട്ടുകൾ ഇടയ്ക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞു നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ടാക്കുന്ന തരത്തിൽ കുറെ പരിപാടികൾ ഇവർ ഈ ഒരു സിനിമയ്ക്കകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. ആ സംഭവങ്ങളൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പണ്ട് ഈ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നവർക്കൊക്കെ പ്രത്യേകിച്ചും ഓരോ ക്ലബ്ബുകൾക്ക് വേണ്ടിയിട്ട് കാശ് മേടിച്ചിട്ട് ക്ലബിന് വേണ്ടിയിട്ട് ഇറങ്ങുന്ന പരിപാടികളൊക്കെ ഉണ്ടല്ലോ, പണ്ടുണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല, ഇപ്പൊ അധികം ഞാൻ കാണുന്നില്ല. അത്തരത്തിലുള്ള കുറെ നൊസ്റ്റാൾജിക് മൊമെന്റ്സ് ടീമുകൾ തമ്മിലുള്ള ആ ഒരു എന്താ പറയാ, കൗണ്ടർ പരിപാടികൾ, കാര്യങ്ങൾ, പിച്ചിൽ വെച്ചിട്ടുള്ള കുറെ പരിപാടികൾ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇപ്പം ഒരാൾ ബാറ്റ് ചെയ്യാൻ വരുമ്പോൾ ആ കൊടുക്കുന്ന സീൻ, ഇപ്പോൾ ഗെത്ത് എന്ന് പറയുന്ന ആള് ആ ഒരു ദിനേശിന്റെ ആ ഒരു ക്യാരക്ടർ ബാറ്റ് ചെയ്യാൻ വരുന്ന സമയത്തും, അതുപോലെ തന്നെ കല്യാണിന്റെ ആ ഒരു ക്യാരക്ടർ ബോൾ ചെയ്യാൻ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിലും കൊടുക്കുന്ന ആ ഒരു പഞ്ചുണ്ട്. ആ ഒരു പഞ്ച് തീർച്ചയായിട്ടും ഈ സിനിമയ്ക്കകത്ത് ഭയങ്കര രീതിയിൽ എഫക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിനിമ എന്തായാലും ക്രിക്കറ്റ് പ്രേമികളൊക്കെ തീർച്ചയായും കണ്ടു നോക്കാവുന്ന ഒരു കിടിലൻ പരിപാടിയായിട്ടാണ് ലുബ്ബർ പന്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ് ലുബ്ബർ പന്ത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, മാസ് സീൻസ് എലിവേറ്റ് ചെയ്യുന്ന ഒരുപാട് പരിപാടികളുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളും പാട്ടുകളും പെർഫോമൻസുകളൊക്കെ ഗംഭീരമായിട്ടുണ്ടെന്ന് തന്നെ പറയാം. നെഗറ്റീവ് സൈഡൊന്നും എനിക്ക് ഇതിൽ ആക്ച്വലി പറയാൻ തന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞൊരു സാധനം തന്നെയുള്ളൂ, ഒരു പുതുമയുള്ളൊരു കഥയൊന്നുമല്ല, പക്ഷെ നിങ്ങളെ എന്റർടൈൻ ചെയ്യിക്കുന്നുള്ളതിൽ 100% ഉറപ്പായിട്ടുള്ളൊരു സിനിമയാണ് ലുബ്ബർ പന്ത്. പ്രത്യേകിച്ച് 90s കിഡ്സിനെ, അതുപോലെ തന്നെ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് പരിപാടികൾ ഈ ഒരു സിനിമയ്ക്കകത്ത് അവർ വെച്ചിട്ടുണ്ട്. ഈ ഡയറക്ടറുടെ പേര് ഞാൻ മറന്നുപോയി, വലിയൊരു പേരാണ്. എന്തായാലും അങ്ങേർക്കും ഒരു വലിയൊരു കയ്യടി കൊടുക്കാൻ വേണം എന്തായാലും. അപ്പൊ ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നിരുന്നു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.